നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ചർച്ച അടിച്ചു പിരിഞ്ഞ് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. കാരണം സൗദി നൽകിയ വാഗ്ദാനങ്ങളാണ്. ഇറാനുമായി പാകിസ്ഥാനിൽ 21 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകളിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് US വൈസ് പ്രസിഡന്റ് ഞായറാഴ്ച പറഞ്ഞിരുന്നു. 21 മണിക്കൂർ നീണ്ട സ്വകാര്യ ചർച്ചകൾക്ക് ശേഷം വിശദാംശങ്ങളിലേക്ക് പോകാനും പൊതുജനങ്ങൾക്ക് മുന്നിൽ ചർച്ച നടത്താനും വാൻസ് വിസമ്മതിച്ചിരുന്നു. എന്നാൽ പ്രധാന തർക്കം ആണവായുധങ്ങളെക്കുറിച്ചാണെന്ന് അദ്ദേഹം പരാമർശിച്ചു. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമാബാദ് ചർച്ചകളിലെ പ്രതിസന്ധിക്ക് കാരണം അമേരിക്കയുടെ യുക്തിരഹിതമായ ആവശ്യങ്ങൾ ആണ് എന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. ഇതോടെ പാകിസ്ഥാനിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ അമേരിക്കയുമായി ചർച്ചകളിലേക്ക് മടങ്ങി വരുമോ എന്നതിനെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. അവർ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അവർ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഫ്ലോറിഡയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം മേരിലാൻഡിലെ ജോയിന്റ് ബേസ് ആൻഡ്രൂസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. കൂടാതെ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം ആരംഭിക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് പ്രഖ്യാപിച്ചു. ഇറാനിയൻ തുറമുഖങ്ങളിലും തീരപ്രദേശങ്ങളിലുമായി പ്രവേശിക്കുകയോ പോകുകയോ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെയും ഉപരോധം നിഷ്പക്ഷമായി നടപ്പിലാക്കും എന്ന് ഈ സെന്റ്കോം പറഞ്ഞു. ഇതോടെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒഴികെ എല്ലാ കപ്പലുകളെയും നികുതി വാങ്ങി ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടും. ഇപ്പോഴേ ഇന്ധനക്ഷാമത്താൽ വലയുന്ന രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ പുതിയ നീക്കത്തോടെ പൂർണ്ണമായും പ്രതിസന്ധിയിലാകും. കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാൻ നാവികസേന നടപടികൾ ആരംഭിക്കുമെന്നും അമേരിക്ക സേനയ്ക്കോ സമാധാനപരമായി യാത്ര നടത്തുന്ന കപ്പലുകൾക്കോ നേരെ ഇറാൻ വെടിയുതിർത്താൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഏകപക്ഷീയമായി അടച്ചിട്ടതിനെ തുടർന്ന് ആഗോള സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ നീക്കം. അന്താരാഷ്ട്ര കപ്പൽ പാതയിലൂടെ സ്വതന്ത്രമായ ഗതാഗതം ഉറപ്പാക്കണമെന്നായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന നിബന്ധന. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ആഗോള എണ്ണ വിപണിയെയും വ്യാപാരത്തെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെയും ഇറാന്റെയും നീക്കങ്ങൾ അതീവ നിർണായകമാകും. US ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് എണ്ണ ടാങ്കറുകൾ മാറി നിൽക്കുന്നതായി ഷിപ്പിംഗ് ഡേറ്റ വ്യക്തമാക്കുന്നു. ഗൾഫിലേക്ക് കടക്കാൻ ഒരുങ്ങിയ 3 ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്കിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് യു-ടേൺ ചെയ്തു. പാകിസ്ഥാൻ പതാകയേന്തിയ 2 ടാങ്കറുകളായ ഈ അഫ്രാമാക്സ് ഷാൽമാർ 74,000 DWD ഷൈർപൂർ എന്നിവ ഏകദേശം ഒരേ സമയം ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചു. എന്നാൽ വൃത്താകൃതിയിൽ കടലിടുക്കിന് സമീപം തന്നെ തുടർന്നു. ഇറാന്റെ സമുദ്ര അതിർത്തി തടയുമെന്ന വാഷിംഗ്ടണിന്റെ ഏറ്റവും പുതിയ ഭീഷണിയെ പരിഹരിക്കാൻ ഇന്ധനവില ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുകയോ അവിടെ നിന്ന് പുറത്തു കടക്കുകയോ ചെയ്യുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള നാവിക ഉപരോധത്തെക്കുറിച്ചുള്ള US മുന്നറിയിപ്പിനെ ഗാലിബാഫ് പരിഹസിച്ചു. ഈ നീക്കം അമേരിക്കൻ ഉപഭോക്താക്കളിൽ സാമ്പത്തികമായി തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വൈറ്റ് ഹൌസിന് സമീപമുള്ള പെട്രോൾ വിലകൾ കാണിക്കുന്ന ഒരു ചിത്രം അദ്ദേഹം പങ്കുവച്ചു. നിലവിലെ നിരക്കുകൾ ഉടൻ തന്നെ ഒരു വിലപേശൽ പോലെ തോന്നിയേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകി. നിലവിലെ പമ്പ് കണക്കുകൾ ആസ്വദിക്കൂ. പിരിമുറുക്കങ്ങൾ രൂക്ഷമായാൽ അമേരിക്കൻ ഉടൻ തന്നെ ഗാലനിന് ഈ $4.5 എന്ന നിരക്കിൽ നൊസ്റ്റാൾജിക് ആയി വളരുമെന്ന മുന്നറിയിപ്പ് നൽകി അദ്ദേഹം എഴുതി. അതിനിടെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. സമാധാന ശ്രമങ്ങളിൽ വ്യക്തമായ പുരോഗതി ഇല്ലാതെ ഉക്രൈനുമായുള്ള സ്വന്തം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ വാഗ്ദാനം. ഇറാനിൽ നിന്നുള്ള ഒരു സാങ്കല്പിക ഭീഷണിയെ തങ്ങളുടെ ഭരണഘടനാ ക്രമം അട്ടിമറിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്നു എന്ന് റഷ്യ ആരോപിച്ചു. ഇറാനികൾ അവരുടെ നേതാക്കളിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കണമെന്ന വാഷിംഗ്ടണിന്റെ ആഹ്വാനങ്ങൾ നിത്യവും മനുഷ്യത്വരഹിതമാണ് എന്ന് പറഞ്ഞു. ഇറാൻ US സംഘർഷത്തിലെ ഒരു വഴിത്തിരിവാകുമായിരുന്ന ചർച്ചകൾ നടക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി നടത്തിയ ഒരു ഫോൺ കോളാണ് ചർച്ച. എന്തായാലും പാകിസ്ഥാൻ തലസ്ഥാനത്ത് 21 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഒരു കരാറുമില്ലാതെ വാൻസ് ഇസ്ലാമാബാദ് വിട്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരഗചി ഇന്ന് എക്സിനെതിരെ ആരോപണം ഉന്നയിച്ചത്.
പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ചർച്ചകളിൽ ഇറാൻ നല്ല വിശ്വാസത്തോടെയാണ് പങ്കെടുത്തത് എന്ന് അദ്ദേഹം പറയുന്നു. വാൻസ് പോകുന്നതിന് മുൻപുള്ള പത്രസമ്മേളനം അനാവശ്യമായിരുന്നു എന്ന് കൂട്ടിച്ചേർത്തു. ഇറാൻ നമ്മുടെ രാജ്യത്തിന്റെ താൽപര്യവും പരമാധികാരവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധവും സജ്ജവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ആരോപണം വാഷിംഗ്ടൺ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ഫോൺ കോളാണ് അവസാന നിമിഷം ട്രംപിന്റെ തീരുമാനത്തെ മാറ്റിമറിച്ചത് എന്ന് പറയപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കുന്നതിന് പകരമായി പൂർണ്ണമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ഇറാനെതിരായ പോരാട്ടം അവസാനിപ്പിക്കാനും പ്രസിഡന്റ് ട്രംപ് ഉദ്ദേശിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിക്കരുത് എന്ന് മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനോട് അപേക്ഷിച്ചു. ഇതൊരു ചരിത്രപരമായ അവസരമാണ്. നമ്മൾ ജോലി പൂർത്തിയാക്കി ഇറാനിയൻ ഭരണകൂടത്തെ എന്നേക്കുമായി ദുർബലപ്പെടുത്തണം എന്ന് പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. പോരാട്ടം തുടരുന്നതിന് പകരമായി സൗദി അറേബ്യ അഭ്യൂതപൂർവമായ സാമ്പത്തികവും തന്ത്രപരമായ പ്രോത്സാഹന പാക്കേജ് അമേരിക്കയ്ക്ക് വാഗ്ദാനം ചെയ്തു എന്നും പറയുന്നു. അതിന് പ്രകാരം അമേരിക്കൻ യുദ്ധ ചെലവുകൾക്ക് ധനസഹായം നൽകുന്നതിനായി $100 ബില്യൺ നേരിട്ട് മാറ്റി. ഇറാൻ ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം ഇസ്രയേലുമായി കരാർ ഇസ്രയേലിനെ ഒരു പ്രധാന ഊർജ്ജ കേന്ദ്രമാക്കി മാറ്റാനായി സൗദി അറേബ്യയിൽ നിന്ന് അഷ്ഡോഡ് തുറമുഖത്തേക്ക് നേരിട്ടുള്ള എണ്ണ പൈപ്പ് ലൈന് US സമ്പദ് വ്യവസ്ഥയിൽ ഏകദേശം $1 ട്രില്യൺ നിക്ഷേപം കൂടാതെ $500 ബില്യൺ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങും. അമേരിക്കൻ കുടക്കീഴിൽ ഇസ്രായേൽ, സൗദി അറേബ്യ, മറ്റ് മിതവാദി രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ ഒരു പുതിയ പ്രാദേശിക പ്രതിരോധ സഖ്യം സ്ഥാപിക്കാൻ ഹോർമൂസ് കടലിടുക്കും ബാബ് എൽ മണ്ടേബും നിയന്ത്രിക്കുന്നതിനുള്ള സംയുക്ത നാവിക സേന ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ US താവളങ്ങൾക്കുള്ള ധനസഹായം യുദ്ധത്തിനും ശേഷം മതേതരവും മിതവാദിയുമായ പുതിയ ഇറാനുള്ള സംയുക്ത പുനർനിർമ്മാണ ഫണ്ട്. ഈ വാഗ്ദാനങ്ങളിൽ വീണ ട്രംപ് താൽക്കാലിക വെടിനിർത്തലിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പകരം ചർച്ചകൾ തള്ളിയെന്ന് പറയുന്നു. ഇറാനെതിരായ യുദ്ധത്തിൽ സൗദിക്കൊപ്പം പാകിസ്ഥാനും പങ്കാളികളാകുന്നു. US നിർദ്ദേശപ്രകാരം പാകിസ്ഥാന് 13,000 സൈനികരെയും 10 മുതൽ 18 വരെയുള്ള പാക് യുദ്ധവിമാനങ്ങളെയും സൗദി അറേബ്യയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതോടെ പാകിസ്ഥാനെ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇറാൻ മിസൈലുകളുടെ ദൂരപരിധിക്കുള്ളിലാണ് പാകിസ്ഥാൻ എന്നതിനാൽ അവർക്ക് മിസൈലുകൾ പാകിസ്ഥാനിലേക്കും തൊടുക്കാനാവുന്നതേയുള്ളൂ. യുദ്ധത്തിന് പാകിസ്ഥാനെ മധ്യസ്ഥനാക്കി നിർത്തിക്കൊണ്ട് US തന്നെയാണ് പാകിസ്ഥാനെ പതുക്കെ യുദ്ധത്തിലേക്ക് പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ 13,000 പട്ടാളക്കാരെ സൗദിയിലേക്ക് അയക്കാൻ സാധാരണ നിലയിൽ പാകിസ്ഥാൻ തയ്യാറാവില്ല. ഇതിന് പുറമെ 18 പാക് യുദ്ധവിമാനങ്ങളെയും സൗദി അറേബ്യയിലേക്ക് അയച്ചിരിക്കുന്നതിന് പിന്നാലെ പ്രേരക ശക്തി അമേരിക്ക തന്നെയായിരിക്കുമെന്ന് കരുതുന്നു. പണ്ട് അമേരിക്കയിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയിട്ടുള്ള F-16 യുദ്ധവിമാനം വരെ സൗദിയിലേക്ക് അയച്ചിട്ടുണ്ട്. സൗദിയിലെ കിങ് അബ്ദുൾ അസീസ് വ്യോമതാവളത്തിലാണ് പാകിസ്ഥാൻ അവരുടെ സൈനികരെയും യുദ്ധവിമാനങ്ങളെയും എത്തിച്ചിരിക്കുന്നത്. വൈകാതെ ഇറാനെതിരായ യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈനികരെ ഉപയോഗിക്കാനാണ് US പദ്ധതി എന്ന് കരുതുന്നു. ഇതിന് ബദലായി സൗദി അറേബ്യ വൻതുക പാകിസ്ഥാൻ ധനസഹായമായി നൽകുമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതും അമേരിക്കയുടെ സമ്മതപ്രകാരം സൗദി നൽകിയതാണ് എന്ന് കരുതുന്നു. ഏകദേശം $500 കോടി സൗദി പാകിസ്ഥാന് സാമ്പത്തിക സഹായമായി നൽകുക. UAEക്ക് നൽകാനുള്ള കടം വീട്ടാൻ ഈ തുകയുടെ ഒരു ഭാഗം പാകിസ്ഥാൻ വിനിയോഗിക്കുമെന്ന് കരുതുന്നു. പാകിസ്ഥാന് കടമായി നൽകിയ തുക ഈയിടെ UAE തിരിച്ച് ചോദിച്ചിരുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.